ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ ഒരു ലൈവ് ചെയ്യുന്ന ഒരാളല്ലെന്ന് എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ ഈ ലൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോലും എനിക്ക് നിശ്ചയമില്ല. സ്റ്റുഡിയോയിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഞാൻ സാധാരണ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ യാദൃച്ഛികമായൊരു സാഹചര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ആളുകളുടെ കമൻറ്റും ഒക്കെ ഉണ്ടായി ഞാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ ലൈവ് ചെയ്യാൻ കാരണം വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂർ അരമന, തൃശ്ശൂരിലെ സിറുമലബാർ സഭ ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻ്റെ അരമനയുടെ മുൻപിൽ ജൂബിലി അമല ഹോസ്പിറ്റലിൽ നേഴ്സുമാർ ഉപരോധം നടത്തുകയാണ്. ആ ഭാഗത്ത് ദേശീയപാത ഉപരോധിച്ചിരിക്കുന്നു. അതിലെ പോകുന്നവർ ശ്രദ്ധിക്കുക, ആരെയും കടത്തിവിടുന്നില്ല. വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലായതുകൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ശരീരമെന്നറിയാം. മീന ജനിൻ, പ്രദീപ് ബാലചന്ദ്രൻ, ഇവരൊക്കെ, ജയകുമാർ കൊട്ടാരക്കരയൊക്കെ കാണുന്നുണ്ട്. താങ്ക് യു. നല്ല ഷർട്ട് സിംസൺ പീറ്റർ, അനിത സുധീർ. അതല്ല വിഷയം. നല്ല ഷർട്ടല്ല വിഷയം. വിഷയം എന്താണെന്ന് വെച്ചാൽ വളരെ ഗതികെട്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഈ അമലയിലെയും ജൂബിലിയിലെയും സമരം ആരംഭിച്ചിട്ട് 100 ദിവസം പിന്നിട്ടു. 100 ദിവസം 498 ആശുപത്രികളിൽ സമരം നടത്തിയിട്ട് ഈ സമരങ്ങളൊക്കെ ചർച്ച നടത്തി ഒരിക്കൽ പോലും ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലായിരുന്നു. അതിൻ്റെ കാരണം മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു, ബിഷപ്പ് സമ്മതിക്കുന്നു. ബിഷപ്പ് ഈഗോ, നേഴ്സുമാരുടെ ചർച്ച ചെയ്യുന്ന നിലവാര തകർച്ചയാണെന്നാണ് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിൻ്റെ ഒരു തോന്നൽ. നേഴ്സുമാർ സംസാരിക്കേണ്ട ആളുകൾ അവരൊക്കെ വേലക്കാരാണ്. അവർ സാധാരണ ഞങ്ങളുടെയൊക്കെ മലമൂത്ര വിസർജ്യം മാറ്റുന്നവരാണ്. അവർ നേഴ്സുമാരോടും ചർച്ച ചെയ്യുന്നത് ബിഷപ്പിൻ്റെ പദവിക്ക് ചേരുന്നല്ല എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥ. നാസർ സെയ്ദ് ഹി ചേട്ടാ, താങ്ക് യു. ജോബി ജോർ, താങ്ക് യു ജോബി. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഇരുന്നത്. പക്ഷേ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ചു. ഇതുവരെ ചർച്ചയ്ക്കായില്ല, ഇങ്ങോട്ട് വിളിച്ചു. ഞങ്ങൾ ചർച്ചയാണ്. പക്ഷേ ജാസ്മിൻ ഷായൊന്നും അവിടെ അടുപ്പിക്കാൻ പാടില്ല. ജാസ്മിൻ ഷായൊക്കെ ജിഹാദിയാണ്, അതുകൊണ്ട് ജാസ്മിൻ ഷാ അടുപ്പിക്കാൻ പാടില്ല. അവിടെയുള്ള നേഴ്സുമാർക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പോകില്ലെങ്കിൽ മോശമല്ലല്ലോ എന്നോർത്ത് പോയത്. കാരണം ആ ചർച്ചയുടെ ലക്ഷ്യം എനിക്കറിയാമായിരുന്നു. 25-ാം തീയതി, ഈ കഴിഞ്ഞ 25-ാം തീയതി തൃശ്ശൂർ രൂപതയിലെ നേഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ, നേഴ്സുമാർ, അത് ജൂബിലിയിലും അമലയിലും മാത്രമല്ല, അല്ലാത്തുള്ള നേഴ്സുമാരുടെ കുടുംബാംഗങ്ങൾ ഈ അരമന വളയാനും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചു. അതിന് ഒഴിവാക്കാൻ വേണ്ടി ബിഷപ്പ് 2 ദിവസത്തിനകം അമേരിക്കയ്ക്ക് പോയി. ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞു, ജാസ്മിനോർക്ക് ഞാൻ പറഞ്ഞു, ഇത് വലിയൊരു തട്ടിപ്പാണ്, ബിഷപ്പ് ഈ ടൈം ബൈ ചെയ്യുന്നതാണ്, അപ്പം അദ്ദേഹത്തെ വിശ്വസിക്കരുത് ഞാൻ പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ജാസ്മിൻ അങ്ങനെ അവർ പോകുന്നു. ഇന്നെന്തായാലും പറഞ്ഞതല്ലെന്നൊരു ചെല്ലുമ്പോൾ ഇത് തന്നെയാണ്. ഇതിനു മുമ്പ് പുതുതായിട്ടൊന്നും പറയാനില്ല, ചർച്ചയ്ക്കൊന്നും തയ്യാറല്ല. ഞങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചാൽ ഞങ്ങളത് സമ്മതിക്കാം, സർക്കാർ പ്രഖ്യാപിച്ചാൽ സമ്മതിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തരത്തില്ല. ഇത് പറയാനാണ് പിന്നെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞത്. സർക്കാർ പ്രഖ്യാപിക്കാൻ സർക്കാരിന് പരിമിതികളുണ്ട്. കഴിഞ്ഞ സർക്കാർ ഒരു മിനിമം കരട് രേഖ പ്രഖ്യാപിച്ചു. അതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അത് സ്വീകാര്യമല്ല. ഏതാണ്ട് 20-25 മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്നിട്ട് നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നുണപ്രചരണം തുടങ്ങുന്നതിനിടയിൽ ഇവർ ചർച്ചയ്ക്ക് വിളിച്ച് ശരിക്കും പരിഹസിച്ച സമയം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പം തന്നെ നേഴ്സുമാർ വളരെ വികാരഭരിതരായി, വളരെ പ്രതീക്ഷയോടെ പോയി നേഴ്സുമാർ അവരുടെ കുടുംബാംഗങ്ങളും വളയുകയാണ്. ഇപ്പം ഉപരോധം ഏർപ്പെടുത്തിയ ബിഷപ്പ് ഹൗസിന്. ഇപ്പം ജാസ്മിൻ ഷായോട് പോവരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം അപ്പം തന്നെ പറയും, ഒരു മുസ്ലിം ലീഡർ, ജിഹാദി നേതാവ് അരമന വളഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ചർച്ചയ്ക്കോ അല്ലെ ആ ഭാഗത്തേക്ക് ജാസ്മിൻ പോകാറ്. പക്ഷേ ഇപ്പോൾ അവിടെ സമരം നടന്നു, പോലീസ് ലാത്തിച്ചാർജുള്ള സാധ്യത ഉള്ളത് കാരണം ജാസ്മിൻ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ജാസ്മിനോട് പറഞ്ഞു, ജാസ്മിൻ തിരൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവരെ എല്ലാം കൊണ്ട് പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടിട്ട് ജാസ്മിൻ മുങ്ങിയെന്നും പറഞ്ഞവർ പ്രചരിപ്പിക്കും. അതുകൊണ്ട് സുരേഷ് കുമാർ ഗോപിനാഥ് അങ്ങേക്ക് കട്ട സപ്പോർട്ട്, എനിക്കല്ല നേഴ്സുമാർക്ക്. പൊളിച്ചടുക്ക് പ്രദീപ് ആനയർ, ബിജു പോടാ കള്ളപ്പന്തി, സ്വന്തം പിതാവാന്ന് കരുതുന്ന ബിജു ജോയി, അയാളെ വൈകുന്നേരം 2 അടിച്ചിട്ട് സ്വന്തം പിതാവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, പോടാ കള്ളപ്പന്തി എന്ന്. എന്നാലും മോശമല്ല, പരസ്യമായിട്ട് അപ്പനെ അങ്ങനെ വിളിക്കരുത്. സുന്ദരൻ, അതൊക്കെ വിടുക, അതല്ലല്ലോ പ്രശ്നം. ഇതൊക്കെ മാറ്റിവെക്കൂ, നമുക്ക് FCRIക്കെതിരെ പ്രതികരിക്കാം. അതിപ്പം ഈ FCRI ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല പണി തന്നെ കൊടുക്കേണ്ടി വരും. ഇതല്ലേ കയ്യിലിരിപ്പ്. സിനി അനൂപ് കുമാർ, നമസ്കാരം സാർ. ജോണി യോഹനാൻ, വെരി നൈസ്. ജോസ് കലവടക്കാടൻ, ബെസ്റ്റ് വിഷസ്. ഇനി UK വരുമ്പോൾ വിളിക്കൂ പ്ലീസ്. ഷിബു കണിയാമ്പറമ്പിൽ ജോസഫ്, ജാഖാൻ സംഗീത്. ഈ പാവൻ നേഴ്സ് എത്രയുമായി സമരം ചെയ്യുന്നു, ഈ 2 ഹോസ്പിറ്റൽ അധികാരികൾ മാത്രം. ജോബി ജോർജ്,
നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിവേ, എന്തായാലും ജാസ്മിൻ ഷായോടൊക്കെ ഞാൻ പുറപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, അവരെല്ലാം പോകുന്നുണ്ട്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ബിഷപ്പ് ഒരു മഹാകള്ളനാണ്. ഞാൻ പറഞ്ഞേ, എനിക്ക് വലിയ വിഷമമാണ്. ഞാനൊരു കടുത്ത വിശ്വാസിയാണ്. പക്ഷെ കത്തോലിക്ക സഭ, സീറോ മലബാർ സഭയിലെ ബിഷപ്പ് ഇങ്ങനെ അഹങ്കാരം കാണിക്കുക, പാവപ്പെട്ട നേഴ്സുമാരുടെ ഈ ക്രൂരത കാണിക്കുക, എന്തെല്ലാം. അയാൾ അമേരിക്കയ്ക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ നേഴ്സുമാരെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചെയ്തു. എന്തായാലും ഒരു കാര്യം തീർച്ചപ്പെടുത്തും, ഇനി വെറുതെ ഒരു മാധ്യമ പ്രവർത്തനം എന്നല്ല, ശക്തമായി തന്നെ രംഗത്തിറങ്ങുക. പറ്റിക്കലിന്റെ രാജാവാണ് അയാൾ. ഇതുപോലെ നേഴ്സുമാരെ പുച്ഛിക്കുന്ന ഒരു മത നേതാവ്. ഓർക്കണം ഈ എല്ലാ. അപ്പൊ ഇവരെല്ലാം ചോദിക്കുന്ന കാര്യം, മറ്റിടത്തെ ശമ്പളം എത്ര എന്ന് പറയും. എല്ലായിടത്തും അവിടെ നിലവിലുണ്ടായിരുന്ന ശമ്പളത്തിനേക്കാൾ കുറഞ്ഞത് 6,000 രൂപ, 6,000 മുതൽ 16,000 വരെ. ഏറ്റവും കൂടുതൽ ശമ്പളം വർധനവ് നടപ്പിലാക്കിയത് രാജഗിരി ആശുപത്രിയാണ്. 16,000 രൂപയാണ് അവർ ശമ്പള പരിഷ്കരണം നടത്തിയത്. എല്ലാ ആശുപത്രികളും അത് ഓരോ സ്ഥലത്തെയും വ്യത്യസ്തമായ ശമ്പളമാണ്. ഈ സമയത്ത് ഒത്തുതീർപ്പായും അവിടെ എല്ലാവർക്കും അറിയാം എന്താ പുറത്തുവിടാത്തത്. പുറത്തുവിടാൻ ആർക്ക് വേണം? രഹസ്യമൊന്നും ഇല്ലല്ലോ. രഹസ്യമല്ലേ പുറത്തുവിടുന്നത്. നിങ്ങൾ അന്വേഷിച്ചറിയാമല്ലോ നേഴ്സുമാരുടെ ശമ്പളം എത്രയാണ്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ശമ്പളം എന്ന് പറയുന്നുണ്ട്. ഇവർ കള്ളം മാത്രമേ പറയത്തുള്ളൂ. 65,000 40,000 രൂപയ്ക്കുള്ള ശമ്പളം കിട്ടുന്ന ഒരാൾ അവിടെ ഇല്ല. ഉണ്ടാവും വല്ല കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ ഈ അവിടുത്തെ അച്ഛന്മാരുടെ ബന്ധുക്കൾക്കോ വല്ല UNA-ലുള്ള ആർക്കും ഇല്ല. 24 വർഷം 25 വർഷം സേവനം ചെയ്യുന്ന നേഴ്സുമാർക്ക് അമലയിലും ജൂബിലിയിലും ഒക്കെ 40,000 രൂപ. ഇത് മതിയോ? 25 വർഷം സേവനം അനുഷ്ഠിച്ച 40,000. എൻ്റെ ഓഫീസിൽ, മറുനാടൻമലയാളുടെ ഓഫീസിൽ 12 കൊല്ലം മുമ്പ് 2 ജേർണലിസ്റ്റുകൾ അവർ ജോലി കയറിയത് 10,000 രൂപ ശമ്പളത്തിനാണ്. 10,000. ഇന്ന് അവർക്ക് കിട്ടുന്ന 80,000 രൂപയാണ്. ഇതാണൊരു സ്ഥാപനം. ഞങ്ങൾ 10% പരമാവധി എല്ലാ വർഷവും കൂട്ടിക്കൊടുക്കാറുണ്ട്. മറുനാടിന്റെ ശമ്പളം പറയുന്നത് 10% ഞങ്ങൾ കൂട്ടിക്കൊടുക്കാറുണ്ട്. ഇത് മാത്രമേ ഇവർ കാണിക്കുന്നത് എന്നാണെന്നറിയോ? 3 കൊല്ലം കഴിയുമ്പോൾ കോൺട്രാക്റ്റാ, 3 കൊല്ലം കഴിയുമ്പോൾ പിരിച്ചു കൊടുക്കും, പിന്നെ വീണ്ടും എടുക്കും, റിസൈൻ ചെയ്യും, പിരിച്ചെടുക്കും. അപ്പോൾ 3 കൊല്ലം സർവീസേ ഉള്ളൂ. എന്തെല്ലാം. അതുപോലെ തന്നെ ഇവർക്ക് മിനിമം സാലറി ഉണ്ടേന്ന് പറയുന്നില്ല. അത് എന്തുകൊണ്ടാണ്? 800 ബെഡിൽ കൂടുതൽ ഏക ഹോസ്പിറ്റലായി, 2 ഹോസ്പിറ്റൽ മാത്രം 800 ബെഡിൽ കൂടുതൽ. എന്നിട്ട് ഈ നുണകൾ പറയുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു കാര്യം തീർച്ചപ്പെടുത്തി, ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ ബിഷപ്പ് ഞങ്ങളൊക്കെ സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ആളാണ്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നരകത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ബിഷപ്പ്. യാതൊരു യോഗ്യതയില്ല, അഹങ്കാരിയാണ്, നന്മയില്ലാത്ത ആളാണ്, കരുണയില്ലാത്ത ആളാണ്, നീച മനസ്സുള്ള ആളാണ്, വിശ്വാസികളെ വെറും പട്ടികളെ പോലെ കരുതുന്ന ക്രൂരനായൊരു മനുഷ്യനാണ്. എങ്ങനെ ഇദ്ദേഹത്തെ പോലും ഞാൻ ഒരു വലിയ വെത്രാന്മാരോട് പലരോട് സംസാരിച്ചു നോക്കി. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും. പുച്ഛമാണ് അദ്ദേഹത്തിന്റെ സ്ഥായി ഭാവം. അദ്ദേഹത്തിന് ഈ തൃശ്ശൂരുകാരനാണ് മാർ റാഫേൽ തട്ടിൽ, സീറോ മലബാർ സഭയുടെ സീറോ മലബാർ സഭയുടെ തലവൻ. ഈ തൃശ്ശൂരുകാരനായ ബിഷപ്പ് സീറോ മലബാർ സഭയുടെ തലവനായത് അംഗീകരിച്ചിട്ടേ ഇല്ല. ഇന്നിപ്പം മാർ റാഫേൽ തട്ടിന്റെ ഇടയിലേഖനം പള്ളി വായിച്ചു. ഞാൻ ഞായറാഴ്ച പള്ളി പോയതാണ്. എരുമേലിലായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു, എൻ്റെ ഉമ്മിക്കിപ്പ ഇടവകയിലായിരുന്നു. പള്ളിയിൽ ഇടയിലേഖനം വായിച്ചു. ആ ഇടയിലേഖനത്തിൽ കൃത്യം ഈ മെത്രാനെ ഉദ്ദേശിച്ചാന്ന് ഈ പറയുന്ന മാർ ആൻഡ്രൂസ് താഴത്തിനെ ഉദ്ദേശിച്ച് എഴുതാന്ന് ബോധ്യം. റാഫേൽ തട്ടി പിതാവിന്റെ ഇടയിലേഖനമായിരുന്നു. ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് 5-ാം പ്രമാണത്തിനെതിരാണ് സോഷ്യൽ മീഡിയയിലൂടെ നുണ പറയുന്നത്. ഈ ഡിജിറ്റൽ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഒരാൾ അപഹാസിക്കുന്നത്, നുണ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്, കള്ളം പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് ഉത്തമ ബോധ്യമില്ലാത്ത കാര്യമേ. ആരെങ്കിലും പറഞ്ഞതിന് പേര് നമുക്ക് ഉത്തമ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതൊക്കെ 5-ാം പ്രമാണം ലംഘിക്കുകയാണ്. 5-ാം പ്രമാണം കൊല്ലരുത് എന്നുള്ളതാണ്. 5-ാം നമ്മൾ 10 പ്രമാണങ്ങളുണ്ട് ക്രിസ്ത്യാനിക്ക്. അതിൽ 5-ാം പ്രമാണം കൊല്ലരുത് എന്നുള്ള. ഈ കൊല്ലരുത് എന്ന പ്രമാണത്തിന് ലംഘനമാണ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത്. ഇപ്പം എന്നെക്കുറിച്ച്, എന്നോടുള്ള വിദ്വേഷം തീർക്കാൻ, എൻ്റെ ചേട്ടനെ കുറിച്ചും എൻ്റെ ഫേസ്ബുക്ക് അടിയിലൊക്കെ വരുന്ന കമന്റുകളാണ് ജിഹാദിയാണ് അത്രേതാ. എന്നെ തലവെട്ടാൻ വേണ്ടി നടക്കുന്നവരാണ് ജിഹാദികൾ. ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന ഞാനാണ്. അപ്പം എന്നെ തലവെട്ടാൻ ഞാൻ ജിഹാദിയാണ്. ജാസ്മിൻ ഷായിക്ക് ഇവിടുത്തെ മലയാളി നേഴ്സുമാരെ കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഈ ബിഷപ്പിന്റെ നേതൃത്വം പറയാം. അവിടെ ചെല്ലുന്ന സകലരോട് പറയുകയാണ്, എനിക്ക് വളരെ സങ്കടമുണ്ട് ഇങ്ങനൊരു പിതാവിനെ കിട്ടിയതില്ല. ഇങ്ങനൊരു ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെയൊരു മനുഷ്യത്വമില്ലാത്ത ക്രൂര മനോഭാവമുള്ള ആളുകളെ എന്ന് വെച്ചാൽ ബിഷപ്പാന്ന് പറയാൻ പറ്റത്തില്ലാത്ത ഒരാൾ ആ പാവപ്പെട്ട നേഴ്സുമാരെ കുറിച്ച് അപമാനിക്കുന്നത് കേട്ട സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം. ഇന്നിപ്പോൾ ബിഷപ്പ് ഔദ്യോഗികമായി ജൂബിലിയുടെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ജൂബിലിയുടെ പത്രക്കുറിപ്പിൽ ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? സർക്കാർ തീരുമാനിക്കട്ടെ. അപ്പം ഞാൻ ഇന്ന് ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചു, അതുപോലെ തന്നെ തൊഴിൽ മന്ത്രിയോട് സംസാരിച്ചു. ഈ 2 പേരും സർക്കാരിന് അനുകൂലമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ നേഴ്സുമാരുടെ എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നവരല്ല, ഞങ്ങൾക്ക് അനുകൂലമാണ്, സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമാണ്, ഞങ്ങൾക്ക് എതിരായിട്ടൊന്നും ചെയ്യത്തില്ല. അത് നമുക്ക് നോക്കാം. ഞാനിന്ന് ആരോഗ്യമന്ത്രിയോട് സംസാരിച്ചു, തൊഴിൽ മന്ത്രിയോട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇവരോട് പലതവണ ചർച്ചയ്ക്ക് ശ്രമിച്ചു, അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേരളത്തിലെ മുതിർന്ന ഒരു ബിഷപ്പ്, ഞാനത് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതുകൊണ്ട് പറ്റത്തില്ല, വളരെ സീനിയർ ആയിട്ടുള്ള ഈ പറയുന്ന മാർ ആൻഡ്രൂസ് താഴത്തിനേക്കാൾ ഉയർന്ന പദവിയിലുള്ള ഒരു ബിഷപ്പ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ അഹങ്കാരിയായ യേശുക്രിസ്തുവിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഒരു മനുഷ്യൻ കത്തോലിക്ക സഭയിലില്ലെന്ന് എന്നോട് പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ അഹങ്കാരമാണ്. അതായത് താൻ പോരുമയാണ് ഈ മെത്രാന്റെ പിടിവാശി. എന്തിനാ മെത്രാനെ പിടിച്ചെടുക്കും? പിന്നെ എന്തിനാ മെത്രാൻ ചർച്ച ചെയ്തത്?
മെത്രാൻ മാത്രമാണ്. എല്ലാവരും ചോദിക്കും മെത്രാനോട് എന്താണ് മെത്രാൻ ചർച്ച ചെയ്യുന്നത്? എന്തിനാ പിന്നെ മെത്രാനോട് സംസാരിക്കട്ടെ. മന്ത്രി എന്നോട് പറഞ്ഞാണ് ഇവിടെ വന്ന് ചർച്ച വിളിച്ചിട്ട് ഞങ്ങൾ മെത്രാനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പോയി. ഇത്ര ദിവസമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പം എന്തായാലും ഒരു കാര്യം ഇന്ന് ചാനലുകാരോട് ഈ ആശുപത്രിക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂബിലിയുടെ പ്രസ് റിലീസിലും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തീരുമാനിച്ചാൽ തീരുമാനിക്കും. ഞാൻ എന്തായാലും മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ജൂബിലിക്കാർ സംബന്ധിച്ച് സർക്കാരോട് തീരുമാനിച്ചു. ചർച്ചയുടെ ആവശ്യമില്ല. ചർച്ചയ്ക്ക് അവർ വരുന്നില്ല. നേഴ്സുമാരും ചർച്ച ചെയ്യുന്നില്ല, സർക്കാരും ചർച്ച ചെയ്യുന്നില്ല. സർക്കാർ എന്ത് തീരുമാനിച്ചാലും സമ്മതിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും തൊഴിൽ മന്ത്രിയോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, സർക്കാർ തീരുമാനം എടുക്കുക. നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയായിരുന്നപ്പോൾ കരട് രൂപം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേഴ്സുമാരോട് ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റ് പറഞ്ഞു ഇത് കിട്ടിയിട്ട് സർക്കാരിന് പ്രഖ്യാപിക്കാം. സർക്കാർ പ്രഖ്യാപിക്കുക. കാരണം സർക്കാർ പ്രഖ്യാപിക്കുന്നത് തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി അഭ്യർത്ഥനയാണ്, സർക്കാർ ദയവായി പ്രഖ്യാപിക്കുക. ആ പ്രഖ്യാപിക്കുന്ന ശമ്പളം ഇവർ കൊടുക്കട്ടെ. ഇവരങ്ങനെ ഇത് കണ്ടോണം. സംഭവിക്കും ഇവർ തട്ടിപ്പാണ്. പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഒരു കോടതി പോകും. പക്ഷെ എന്തായാലും കഷ്ടമാണ് ഈ നേഴ്സുമാരുടെ ശാപം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ മാർ ആൻഡ്രൂസ് താഴത്ത് എന്ന് പറഞ്ഞ ബിഷപ്പ് ഈ ഡിസംബറിൽ റിട്ടയർ ചെയ്യും. റിട്ടയർ ശേഷം അത് അനുഭവിക്കാൻ പോവുക. അദ്ദേഹത്തിന് രോഗാതുരനെ അദ്ദേഹം കിടക്കും. അദ്ദേഹത്തിന് ചികിത്സിക്കാൻ പറ്റുന്ന നേഴ്സുമാരുടെ അദ്ദേഹത്തിന് മുഖത്ത് നോക്കി ചോദിക്കും, പിതാവെ നാണമുണ്ടോ, ഞങ്ങൾ വേണമല്ലോ എന്ന്. കാരണം അദ്ദേഹത്തിന് ഒരു സ്വസ്ഥത ഉണ്ടാകാൻ പോകുന്നില്ല. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാതെ ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കുമ്പം ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഈ പാവപ്പെട്ട നേഴ്സുമാരെ കാണത്തുള്ളൂ. അവർ ചോദിക്കും, ചെവി വന്ന് ഭക്ഷണം ഉരുട്ട് വയലോട്ട് വെക്കുമ്പോൾ ചോദിക്കും മറുഭാഗത്തോട്ട്, തിരുമേനി നാണമുണ്ടോ എന്ന് ചോദിക്കും. അത്രയ്ക്കും വേദന അനുഭവിച്ചു. ദൈവം ഉണ്ടെങ്കിൽ, ഞാനൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾ, ദൈവം ഉണ്ടെങ്കിൽ ഈ മാർ ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന ബിഷപ്പ് അനുഭവിക്കും. സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ ഈ മാർ ആൻഡ്രൂസ് താഴത്ത് നരകത്തിൽ പോകും. എങ്ങനെ മാർ ആൻഡ്രൂസ് താഴത്തിന് സ്വർഗമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്കാർക്കോ സ്വർഗം വേണ്ട. എനിക്ക് ആ സ്വർഗം വേണ്ട. മാർ ആൻഡ്രൂസ് താഴത്തിനെ സ്വർഗത്തിലേക്ക് വിടുമെങ്കിൽ ആ സ്വർഗം എനിക്ക് വേണ്ട. കാരണം ഇത്രയും ക്രൂരനായ, ഇത്രയും നുണയനായ, ഇത്രയും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, പാവപ്പെട്ട നേഴ്സുമാർക്ക് ശമ്പളം കിട്ടി സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന, വെറുക്കുന്ന ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവത്തില്ല. ഇയാൾ സഭയുടെ തലവനായി. ഈ മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പിടിവാശി, അയാളുടെ നേഴ്സുമാരുടെ വെറുപ്പ്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള എന്നെ കേൾക്കുന്ന നേഴ്സുമാരുടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് ഈ മാർ ആൻഡ്രൂസ് താഴത്തിനെ വിളിച്ച് സംസാരിക്കുക. ഞാൻ നമ്പരൊക്കെ തരാം. നമ്പർ സംഘം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. നിങ്ങൾ ഫോൺ വിളിച്ച് നിങ്ങളുടെ വേദന പറയുക. നിങ്ങൾ തൃശ്ശൂർ രൂപത്തിലുള്ള ആളുകളാണെങ്കിൽ നേഴ്സുമാർ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ മകളോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിൽ നേഴ്സുമാർ 1 രൂപ ഈ തൃശ്ശൂർ രൂപതയ്ക്ക് പൈസ കൊടുക്കരുത്. അഹങ്കാരിയാണ്. ഈ പച്ചക്കള്ളം പറഞ്ഞിട്ടോ ജിഹാദികൾ ഇറക്കി തീർക്കുന്നു പറയും. പാവപ്പെട്ട നേഴ്സുമാരാണ് മുഴുവൻ. എന്ത് ജിഹാദിയാണ്? ഞാൻ ജിഹാദിയാണോ? എന്റെ ഏറ്റവും വലിയ ശത്രു, എന്നെ ഏറ്റവും അധികം ഇല്ലാതാക്കാൻ നടക്കുന്ന ഇവിടുത്തെ ജിഹാദികളാണ്. എന്നുവെച്ചാൽ ഇതുപോലെ നുണ പറയുന്ന, ഇതുപോലെ മനുഷ്യത്വമില്ലാത്ത ഒരു സമൂഹം. ഈ മെത്രാന് പിടിവായിച്ച ഞാൻ നിരവധി അച്ഛന്മാരോട് സംസാരിച്ചു. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് എന്നാൽ യേശു ക്രിസ്തുവിന് നാണക്കേടാണ്. അതുകൊണ്ടാണ് മാർ റാഫേൽ തട്ടലിനെ ഇന്നൊരു ഇടയിലേങ്ങനെ ഓർക്കേണ്ടത്. ഇങ്ങനെ ഒരാൾ ഈ പാവപ്പെട്ട നേഴ്സുമാർ അവിടെ സമരം ചെയ്യുമ്പോൾ അവരെ ഉപദ്രവിക്കാൻ, അവർ 100 ദിവസമായിട്ട് വെയിലും മഴയും കൊണ്ടിരിക്കുക. ആ കുടുംബം, ഈ കുടുംബത്തിൽ കിട്ടുന്ന പൈസ, കത്തോലിക്ക കുടുംബത്തിൽ 80-90% പേരും നേഴ്സുമാരും ഈ തൃശ്ശൂർ രൂപതക്കാരും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുമാണ്. ഈ നേഴ്സുമാരോട് ഈ കാട്ടുന്ന വൃത്തികേട് എന്നിട്ട് നുണ പ്രചരിപ്പിക്കുന്നു, സ്വഭാവഗതി ചെയ്യുന്നു. അവിടെ പറയുന്നു, തിരുമേനി നിങ്ങൾ നരകത്തിൽ പോകും, ഒരു സംശയവും വേണ്ട. സ്വർഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടത്തില്ല, നരകത്തിൽ പോകും നിങ്ങൾ. അത്രമാത്രം ഗതികെട്ട് ആയിരക്കണക്കിന് നേഴ്സുമാരുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ട നേഴ്സുമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഇയാൾ നശിച്ചു പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മെത്രാൻ കത്തോലിക്ക സഭയ്ക്ക് നാണക്കേടാണ്, വിശ്വാസികൾക്ക് നാണക്കേടാണ്. നരകത്തിന് വേണ്ടി, അതായത് നരകം പടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നരകം പണിയുന്ന മനുഷ്യൻ, നിങ്ങൾ ഒരിക്കലും ആ മനുഷ്യൻ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ കുർബാന എല്ലാ നേരത്ത് നമ്മൾ എല്ലാ മെത്രാന്മാരുടെ പേര്, ഈതാന്റെ പേര് പറയരുത്. അതിനൊരു യോഗ്യത അദ്ദേഹത്തിനില്ല. അല്ലെങ്കിൽ ഈ പാവപ്പെട്ട നേഴ്സുമാർ ഇന്ന് ചർച്ച നടത്താൻ പറഞ്ഞ് വിളിച്ച് അധിക്ഷേപിച്ചു വിട്ടു. ഈ മര്യാദയില്ലേ, ലെവലേശം മര്യാദയില്ലാത്തൊരു വർഗം. ഞാൻ വളരെ വികാരഭരിതനായിട്ട് സംസാരിക്കേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ അധികം നീട്ടുന്നില്ല. നിരവധി ആളുകൾ പറയുന്നുണ്ട്, എന്തു പറ്റി, അവന്റെ അമ്മയെ വിളിക്കുന്ന പേരാണ് കാർണിവൽ എന്ന് പറഞ്ഞ ഒരുത്തർ, എന്ത് പറ്റിയ വാക്ക് ഞാൻ പറയുന്നില്ല. അമ്മയെ വിളിക്കുന്ന, അമ്മയോട് ചോദിച്ചു, മോനെ സുഖമാണോ, അതൊക്കെ ഉണ്ടോ, മോൻ ചോദിച്ച സാധനം ഉണ്ടോ എന്ന് ചോദിക്കുക. സാബു കുന്നൽ, ഈ മനുഷ്യൻ അമേരിക്കയിൽ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അത് പറഞ്ഞുതരാം. അമേരിക്കയിലേക്ക് വരുന്നുണ്ടെന്ന്, മറ്റന്നാൾ അമേരിക്കയ്ക്ക് വരുക. പറഞ്ഞുതരാം. ജിജോ തോമസ് ഫുൾ സപ്പോർട്ട്. ഷാജൻ താങ്ക് യു. ഷാജൻ ചേട്ടൻ ഫുൾ സപ്പോർട്ട്. എബി കുമാർ, എനിക്ക് കണ്ണൊക്കെ പ്രശ്നം. അജിത് കുമാർ വാര്യത്ത് വാച്ചിങ്. മനോജ് ജോർജ് ഫുൾ സപ്പോർട്ട്. അജിത് അമ്പലപ്പാട് ഹലോ. രവികുമാർ, വി ആർ രവികുമാർ വാച്ചിങ്. അജിത് മനോജ്, വി ആർ രവികുമാർ. സാജ്, ഐ ഓൾവേസ് വുഡ്, ഹൗ ഡു യു ഗെറ്റ് സോ മച്ച് കറേജ് ടു എക്സ്പോസ്. സത്യം പറയുമ്പോൾ നമ്മൾ വല്ല ഭയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫെമി ജോൺസ് ജീമോൻ ഫുൾ സപ്പോർട്ട്. അഡ്വക്കേറ്റ് ജോണി സുഖമായിരിക്കുന്നു. ലൈവാണ് ജോണി, ഇത്തിരി കാലം കൂടി ലൈവ് ചെയ്ത് നോക്കിയതാ. ചാർലി ഫിലിപ്പ് വിത്ത് യു ഷാജൻ. ഡിജോ ഡൊമിനിക്, ഈ ചേട്ടാ എൻ്റെ കൂടെ ഒപ്പം ഒന്നും നിൽക്കേണ്ടായിരുന്നു, ഈ പാവപ്പെട്ട നേഴ്സുമാരുടെ ഒപ്പം നിന്നാൽ മതി. മരിയാൻ, സുനിൽ രാജൻ, കീപ് ഗോയിങ്. താങ്ക് യു.
ലവ് യു മനോജ്, പുന്നമോട്ടിൽ മാത്യു, ഷൈജു ജേക്കബ് പൂച്ചക്കാട്ടിൽ, വെള്ളയടിച്ച കുഴിമടങ്ങളെ കറക്റ്റാണ്, കാണ്ട് വെള്ളത്തിന്റെ തള്ളയൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് സജി തോന്നിക്കൽ. ഞാൻ സേവ്യർ അച്ഛൻ എന്തുകൊണ്ടാണ് ഇയാൾ തള്ളിക്കയറി അങ്ങോട്ട് പോകുന്നത്? ആരുടെ കാര്യം ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. ടേക്ക് കെയർ. ശൈല വിജയ. എന്നിവേ, ഞാൻ വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത്, ഞാൻ ഇങ്ങനെ ലൈവ് ഒന്നും വരുന്ന ആളല്ല, സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നതാണ്. ആ മെത്രാൻ ആ പാവപ്പെട്ട നേഴ്സുമാരെ ഇപ്പം വെയിലത്ത് നിർത്തിയിരിക്കുവാണ്. അപ്പോൾ ഇപ്പം ജാസ്മിൻ ഷാഡ് ഞാൻ പോരുതാന്ന് പറഞ്ഞു. പോയി കഴിഞ്ഞാൽ അവർ പറയും ഒരു ജിഹാദി വന്ന് അരമന വളഞ്ഞു. പക്ഷെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ പിന്നെ അടി കൊണ്ടു എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഇപ്പം അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രണ്ടിലൊന്നും അറിഞ്ഞേ പോകത്തുള്ളൂ. അരമന വളയുകയാണ്. ആരാണ്? UNA ഒന്നുമല്ല അരമന വളയുന്നത്, വിശ്വാസികളായ സമൂഹമാണ്. സകല തൃശ്ശൂർ രൂപതയിലെ സകല വിശ്വാസികളോട് എനിക്ക് പറയുന്നു, ഞാൻ അഭ്യർത്ഥിക്കും, നിങ്ങൾ അരമനയിലേക്ക് പോകണം. ഈ മെത്രാന്റെ അഹങ്കാരത്തിന് നിങ്ങൾ പ്രതികരിക്കണം. ഇങ്ങനെ തുടങ്ങിയാൽ ഇങ്ങനെ തിരുത്താൻ നിങ്ങൾ മുമ്പോട്ട് വരണം. വിശ്വാസ സമൂഹം രംഗത്തുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ ജിഹാദി എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജാസ്മിൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അവർ പോയില്ലെങ്കിൽ പിന്നെ നേഴ്സുമാരെ കൊണ്ട് കുഴി ചാടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കും. അതുകൊണ്ട് ജാസ്മിൻ പോകുന്നുണ്ട്. ജാസ്മിൻ നേതൃത്വമൊന്നും വഹിക്കത്തില്ല, മാറി നിൽക്കത്തേ ഉള്ളൂ. കാരണം തല്ലാനാണ് പോലീസിന്റെ പ്ലാനിങ്. തല്ലാനാണെങ്കിൽ തല്ലുകൊള്ളാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, നിങ്ങൾ ദയവായി ഈ പിതാവിനോട് പറയുക, ഇത് അങ്ങേയറ്റം വൃത്തികേടാ കാണിക്കുന്നത്. മിനിമം സാലറി കൂട്ടിത്തരണം. ഇവർ പറയുന്നതൊക്കെ കള്ളമാണ്. 25 വർഷം ജോലി ചെയ്യുന്നവർക്ക് 40,000 രൂപ കിട്ടുന്നുണ്ട്. സത്യമാണ്. മതിയോ? നിങ്ങൾ പറയൂ. ഇവർ 4 കൊല്ലം നേഴ്സിംഗ് പഠിച്ചിട്ടാണ് ഇവിടെ ജോലിക്ക് വരുന്നത്. 4 കൊല്ലം പഠിച്ചിട്ട് 25 കൊല്ലം അവർക്ക് 40,000 രൂപ മതിയോ? പോരാ. അതുകൊണ്ട് ഈ സർക്കാരിനെ താങ്ങിക്കൊണ്ട് കാണിക്കുന്നതൊക്കെ വൃത്തികേടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, നിങ്ങൾ ഈ നേഴ്സുമാർക്കൊപ്പം നിൽക്കുക. ഈ നേഴ്സുമാരുടെ മഹാഭൂരിപക്ഷവും നിങ്ങളുടെ രൂപതാംഗങ്ങളാണെന്ന് ഓർക്കുക. ഈ നേഴ്സുമാർക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങളുടെ കുടുംബത്തിലേക്കാണ് പോകുന്നത്. ഇനി ഈ നേഴ്സുമാരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ 1 രൂപ കൊടുക്കത്തില്ലെന്ന് പറയുക. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെയും ഈ നേഴ്സിംഗ് സമരം പൊളിക്കാൻ വേണ്ടി വിടത്തിലും തീരുമാനിക്കുക. പകരം ആളുകളെയൊക്കെ കൊണ്ട് കോൺട്രാക്ട് സ്ഥാനത്ത് ജോലി ഓർക്കണം. ഈ ആശുപത്രിയിൽ ഇപ്പം ചികിത്സയ്ക്ക് പോകുന്ന അബദ്ധമാണ്. കാരണം അവിടെ നേഴ്സുമാർ സമരത്തിലാണ്. ആ നേഴ്സുമാർ സമരത്തിലായിരിക്കുമ്പോൾ അവിടേക്ക് വരുന്ന ഇവരെ എവിടുന്നെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാത്തവരും പഠിക്കുന്നവരൊക്കെ വെച്ച ചികിത്സിക്കുന്നത്. അവിടെ പോയ ജീവൻ കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. മാത്രമല്ല അതുപോലും തടയേണ്ട സാഹചര്യമുണ്ട്. എങ്ങനെയാണെന്ന് ഓർത്താണ് ഇതുവരെ ക്ഷമ കാണിച്ച് അതുപോലും തടയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് തീവ്രമാക്കുകയാണ്. ഇനി നേഴ്സുമാർ പിറകോട്ടില്ല. അതുകൊണ്ട് ആശുപത്രി ചികിത്സയ്ക്ക് പോകുന്നവർ ഓർക്കുക, ജൂബിലിയിലും അമലയിലും ചികിത്സയ്ക്ക് പോകുന്നവർ ഓർക്കുക, നിങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടാൻ പോകുന്നില്ല. കാരണം നേഴ്സുമാർ സമരത്തിലാണ്. ആളുകൾ ഈ വലിയ ഉപരോധങ്ങളിലേക്ക് പോവുകയാണ്. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് വന്ന് ജീവൻ മരണ പോരാട്ടമാണ്. അടിച്ചാൽ അടിച്ചോട്ടെ, ജയിലിൽ പോയിക്കോട്ടെ, പക്ഷെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ സമരത്തിനൊപ്പം നിങ്ങൾ നിൽക്കണം. ഇതിനൊക്കെ പറയുന്ന വ്യാജ പ്രചരണം, ഇവർ പറയുന്ന എല്ലാം കള്ളങ്ങളാണ്. മറ്റേ ആശുപത്രി എത്ര ശമ്പളമുണ്ട് നിങ്ങൾക്ക് ഇതിനെ അന്വേഷിക്കാമല്ലോ. നിങ്ങൾ ആലുവ രാജഗിരി ജോലി ചോദിക്കുക എത്ര രൂപ കൊടുക്കുന്നതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ബിലീവേഴ്സ്, തിരുവല്ല ബിലീവേഴ്സ് വിളിച്ച് ചോദിക്കൂ, അല്ലെങ്കിൽ പുഷ്പഗിരി വിളിച്ച് ചോദിക്കൂ, അല്ലെങ്കിൽ ആസ്റ്റർ വിളിച്ച് ചോദിക്കൂ. ബേബിമാർ അവരൊക്കെ സമരം തീർത്തവരാ. ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം, അതായത് ഇവർ കൊടുക്കുന്നേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നവരാണ് കോഴിക്കോട് ബേബിയൊക്കെ. അവിടെയും സമരം ഉണ്ടായിരുന്നു. അവർക്ക് വലിയ പിടിവാശിക്കാരായിരുന്നു. പക്ഷെ അവരെല്ലാം വഴങ്ങാതെ നിൽക്കുന്നത് ഈ മെത്രാന്റെ പിടിവാശിയാണ്. കാരണം എന്താണെന്നറിയാവോ? നിങ്ങളില്ലെങ്കിലും ഞങ്ങൾക്ക് നേഴ്സുമാരെ കിട്ടും. ഞങ്ങൾക്ക്, കാരണം വിശ്വാസികൾ കൊടുക്കും. ഈ വിശ്വാസി സമൂഹമേ ഈ പാവപ്പെട്ട നേഴ്സുമാരെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. പോലീസ് തല്ലിയാൽ നിങ്ങൾ ദൈവത്തെ തല്ലി ഓടിക്കുന്നു എന്ന് കരുതിയാൽ മതി. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും തല്ലിക്കോ, കുഴപ്പമില്ല. പുറകെ നിൽക്കുകയാണ് ഞങ്ങളെ. മരിയാനന്ദ് സുനിൽ രാജൻ, I sent 10 nurses abroad because they can never get out their ഹോസ്പിറ്റൽ കിട്ടും. സത്യമാണ്, അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് നേഴ്സസ്. ആൻഡ്രോസ് പ്രാഞ്ചിയുടെ കാര്യം ആണ്. ഷാദിൻ, ഐ ലവ് യു. താങ്ക് യു. ജിജോ തോമസ്, ജാസ്മിൻ, എല്ലാവരും വരുന്നുണ്ടോ? ജാസ്മിനും ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. സന്തോഷം ജാസ്മിനെ. ഞാൻ എന്തായാലും അവസാനിപ്പിക്കുക. ഞാൻ കുറച്ചു നേരമായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും വലിയ ക്രൂരത നഴ്സിംഗ് സമൂഹത്തോട് ചെയ്യുന്ന ഒരു മെത്രാൻ ഞങ്ങളുടെയൊക്കെ സഭയുടെ ആളാണോ എന്ന് ഓർത്തിട്ട് ഇപ്പോഴും ഞാൻ ബഹുമാനത്തോടെ പിതാവും തന്നെയാണ് വിളിക്കുന്നത്, മെത്രാൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം തിരുപ്പട്ടം കിട്ടിയിരിക്കുന്ന ആളാണ്, ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ ഇങ്ങനെ ക്രൂരത ആരോടും ചെയ്യരുത്. ഈ മെത്രാന്റെ കുടുംബത്തിൽ നേഴ്സുമാരെ കാണുന്നത് വലിയ വലിയ പുള്ളിയായിരിക്കും. അതുകൊണ്ട് പക്ഷേ എൻ്റെ കുടുംബത്തിൽ നേഴ്സുമാരുടെ, എൻ്റെ പെങ്ങള് നേഴ്സാണ്, എൻ്റെ അനിയൻ്റെ ഭാര്യ നേഴ്സാണ്. അത് 2 പേര്, ഞങ്ങൾ 7 മക്കളിൽ. അതുപോലെ എൻ്റെ എത്രയോ ബന്ധുക്കൾ നേഴ്സുണ്ട്. എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളും നേഴ്സുമാരുള്ളവർ ദയവായി ഈ മെത്രാനെതിരെ പ്രതികരിക്കണം. ദയവായി തൃശ്ശൂരുള്ള സത്യക്രിസ്ത്യാനികളോട് അടക്കം നല്ല മനുഷ്യരോട് ഞാൻ പറയുന്നു, നിങ്ങൾ തൃശ്ശൂരിൽ സമരം ചെയ്യുന്ന നേഴ്സുമാർക്ക് പിന്തുണയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുക. കുറെ ഗുണ്ടകളെ അവർ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെത്രാൻ കഴിഞ്ഞ ദിവസം അവിടെ പലരോടും പറയുന്നത് ഗുണ്ടകളെ വെച്ച് ഞങ്ങൾ ആക്രമിക്കും, അവരിങ്ങോട്ട് വരട്ടെ, ഗുണ്ടകളുണ്ടെന്നാണ് പറഞ്ഞു. പോലീസ് അവരുടെ ഗുണ്ടകളായിട്ട് നീക്കും. ഇതിൽ പിള്ളേരെ കൈവെക്കാൻ വേണ്ടി പോലീസുകാരെ നിങ്ങൾ ശ്രമിച്ച് ഓർത്തോളുക. ഞങ്ങളൊക്കെ കൂടെയുണ്ട്, വെറുതെയല്ല.
നിങ്ങൾ പറയുന്ന മാതിരി ആരോഗ്യമന്ത്രിയോടും തൊഴിൽ മന്ത്രിയോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ ആഴ്ച തീരുമാനം ഉണ്ടാക്കും. ഇവർക്ക് വേണ്ടി കാത്തിരുന്നു, നടക്കത്തില്ല, തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. തീരുമാനം ഉണ്ടാവും തന്നെയാണ്. പ്രിയപ്പെട്ട നേഴ്സുമാരെ, സമരം ചെയ്യുന്ന നേഴ്സുമാരെ, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ വിഷയത്തിൽ ഈ ആഴ്ച തീരുമാനം ഉണ്ടാക്കിയിരിക്കും. പക്ഷേ വിശ്വാസികളോടും മറ്റ് തൃശ്ശൂരിലെ നല്ല മനുഷ്യരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കും, നിങ്ങൾ ദയവായി അങ്ങോട്ട് പോവുക, ഈ സമരത്തിന്റെ ഭാഗമാവുക. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷം. തീർച്ചയായും നേഴ്സുമാരുടെ സമരത്തെ നിങ്ങൾ പിന്തുണയ്ക്കുക. അവിടെയുള്ള ആളുകൾ ദയവായി അരമനയുടെ മുമ്പിലേക്ക് പോവുക, അല്ലെങ്കിൽ ഗുണ്ടകളെ ഇറക്കി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ജീവിക്കാൻ വേണ്ടി പാവപ്പെട്ട നേഴ്സുമാർ ചെയ്യുന്ന സമരത്തിന് നമ്മുടെ ജീവൻ മരണ പോരാട്ടമായി നമുക്കൊപ്പം നിൽക്കാം. താങ്ക് യു വെരി മച്ച്.